പിന്നെ ഇത് ആരെഴുതിയെന്ന് എനിക്കിതുവരെ അറിയില്ല. ഇതിൽ പേരും അഡ്രസ്സും വിലാസവും ഒന്നുമില്ല. ഇതാരും എഴുതിയെന്ന് എനിക്കറിയില്ല. ശരി, പണ്ട് കാലത്ത് എനിക്കിനി ആരെങ്കിലും എന്നെ ചേർന്ന മിസ്സായി പോയി എന്നാ സോറി, ഞാൻ ബുക്ക്ഡ്. ഒരു സംഗീതം പോലെ മധുരമാണോ സൗഹൃദം? അപ്പോൾ ഇന്ന് സൗഹൃദത്തെ കുറിച്ചായാലോ? ഞാനന്ന് പഴയ ബുക്കുകൾക്കിടയിൽ ഒരു ചെറിയൊരു ബുക്ക് കണ്ടുകൊണ്ടിരുന്നു. സൂക്ഷിച്ചു വെച്ചതാണ്, എങ്ങനെയോ അവിടെ എത്തിപ്പോയി. സംഭവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന തന്നെയുണ്ട്, ഓർമ്മതൻ താളുകൾ, ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ. അതെ, ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞ ആള്. ഇത്ര കാലം നമ്മൾ കുക്കിങ്ങിനെ കുറിച്ചല്ല പറഞ്ഞത്. ഒന്ന് പൊടിതട്ടി പഴയകാല ഓർമ്മകളിലേക്കൊന്ന് പോയാലോ? ഫസ്റ്റ് ഞാൻ പഠിച്ച സ്കൂളൊന്നും കാണട്ടെ. 10ാം ക്ലാസ്സിൽ പഠിച്ചത് പാലക്കാടിലാണോ. ആ സ്കൂൾ എന്നൊരു ഓർമ്മയാണ്, ചരിത്രമാണ്. ആ സ്കൂൾ 150 വർഷത്തെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ അത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ലൈബ്രറിയും ബുക്കുകളൊക്കെ അവിടെയായിരുന്നു. പാലക്കാടിൻ്റെ സ്വന്തം മിഷൻ സ്കൂൾ. മ്യൂസിക് പോലെ, അതായത് സംഗീതം പോലെ മധുരമുള്ള വേറെ ഒന്നുണ്ടെങ്കിൽ അത് സൗഹൃദം മാത്രമാണ്. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ് ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ 10ാം ക്ലാസ്സിലെയാണ്. അപ്പോൾ അതിൻ്റേതായ പഴക്കമുണ്ടാവും. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? നിങ്ങളുടെ അതായത് ഇപ്പോൾ എന്നെക്കാട്ടിലും പ്രായമുള്ളവർ കാണുകയാണെങ്കിൽ അതിനേക്കാട്ടിലും പഴക്കമുണ്ട്, അതിനേക്കാട്ടിലും ഓർമ്മകളും ഉണ്ടാവും. എന്നെക്കാളും കുറച്ചും കൂടി അടിപൊളി ഓർമ്മകളായിരിക്കും. നമ്മളൊക്കെ ഇനി 19s പിള്ളേർക്ക് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇപ്പോൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അതിങ്ങനെ കാണിക്കുന്ന പോലെ ചങ്കാണ്. അതായത് ഞങ്ങൾക്ക് 4 പേരായിരുന്നു. ഞങ്ങൾ 4 പേര് കട്ട ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതായത് ശ്രീരാഗ്, അഭിജിത്ത്, വിനോദ്, പിന്നെ ഞാൻ, എഡ്വിൻ. അങ്ങനെ 4 പേര്. അപ്പം ഞങ്ങൾ 4 പേര് ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് ഞങ്ങൾ ആലോചിച്ചു, കുറേ പേരൊക്കെ ആലോചിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ ഇങ്ങനെ തപ്പി പിടിച്ചപ്പോൾ ഇത് നല്ല സേവ് ബോയ്സ്, സേവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷിക്കുന്ന കൂട്ടങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് ഞങ്ങൾ പേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ള ഫസ്റ്റത്തെ ആളാണ് എനിക്ക് എഴുതി തന്നത്. അവൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്, അവനെ വിളിക്കുന്ന പേര് ചീരു എന്നാണ്. അപ്പോൾ അവൻ്റെ വീട് പാലക്കാട് കൊട്ടേക്കാടാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ എഴുതി തന്നത്: സന്തോഷം പോലെ വിടർന്നു വന്ന ഫ്രണ്ട്ഷിപ്പ്, സങ്കടം പോലെ പിരിയുമ്പോൾ മനസ്സിലെന്തോ ഒരു ദുഃഖം പോലെ. ഒമ്മേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് കാലത്തൊക്കെ ഭയങ്കര സാഹിത്യകാരന്മാരായിരിക്കും, എല്ലാവരും അടിപൊളിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നിട്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടാവുക. അമ്മ അങ്ങനെയല്ല. അമ്മ ഞങ്ങളെപ്പോഴും കട്ടായാണ്, ഭയങ്കര എല്ലോർജും ഫാനൊക്കെ ആയിരുന്നു. സൂര്യയുടെ ഭയങ്കര ഫാനായിരുന്നു. അതുപോലെ തന്നെ കട്ടച്ചക്കൻ, അതുപോലെ നല്ലതായിട്ടുണ്ട്. എനിക്ക് ഇവനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ ഇവൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് അതായത് ഞങ്ങളുടെ പണ്ടത്തെ ടീമും ഇത് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ കോണ്ടാക്ട്സൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെയുണ്ട്, അടിപൊളിയുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആളുടെ വീഡിയോസ് വെച്ചിരിക്കുന്ന വീഡിയോ അല്ലല്ലോ, അടുത്ത ആളുടെ സംഭവം നമുക്ക് കണ്ടുനോക്കാം. ഓട്ടോ കട പോകുന്നുണ്ട്, സോറി. അടുത്ത ആളെന്ന് പറയുന്നത് മിഥുനാണ്. ഒമ്മേ പൊളി, ഞാനൊരു കോമഡി താരമായിരുന്നു. അപ്പം മിഥുൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പുള്ളി ഷർട്ട് ഇട്ട് പുള്ളിക്കാരിയും ഒത്ത് പുള്ളി മരച്ചോട്ടിൽ ഇരിക്കുമ്പോൾ പുള്ളി ഉറുമ്പ് കടിക്കാതെ നോക്കണം സോദര. ഇവനെ ഒടുക്കത്തെ സാഹിത്യം കേട്ടോ. ഇവനും പാലക്കാട് തന്നെയാണ്, സ്കൂളിലൊക്കെ അടുത്തായിരുന്നു ഇവൻ്റെ വീട്. ரொம்ப അടിപൊളിയാണ് ചങ്ക് ബ്രോ. പിന്നെ അനീഷ്, ക്ലാസ്സിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പറയും, ക്ലാസ്സിൽ പഠിപ്പിസ്റ്റുകൾ കുറേ ഉണ്ടാവുമല്ലോ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു 5-6 പഠിപ്പിസ്റ്റുകളുണ്ടായിരുന്നു. അതിലെ ഒരു പഠിപ്പിസ്റ്റാണ് ഇത്, അനീഷ്. സോറി, ഇത് വെറും മിസ്റ്റേക്കുകൾ മാത്രം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കണം, കൊട്ട പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാലും അവനെ വിളിക്കുകയുള്ളൂ. എന്താ പറയുക, അപ്പോൾ നമ്മൾ സയൻസിൻ്റെ എന്താണ് എന്തോ ക്ലബ്ബ്, അതിൽ അനീഷ് എല്ലാവരും പറയും അനീഷ്. പഠിക്കുന്നതായിരിക്കണം, അവൻ പോട്ടെ തല്ലിപ്പോ. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളെ പറയും. അതങ്ങനെയാണ് പൊതുവെ, ടീച്ചർമാരും അങ്ങനെയാണ്. ഒരു കട്ട പഠിക്കുന്ന ഒരു പയ്യനുണ്ടാവും, 1-2-3 പേരുണ്ടാവും. അതിലൊരുത്തനാണ് ഇവൻ അനീഷ്. അവൻ എഴുത്തുന്നത് എന്താണെന്ന് നോക്കാം കേട്ടോ. പഠിപ്പിച്ചായതുകൊണ്ട് അവൻ അതിൻ്റെ ഒരു ഇതും കാണിച്ചിട്ടുണ്ട് അവിടെ. സാഹിത്യമൊന്നുമില്ല, എന്നാലും ഇംഗ്ലീഷിലാണ് അവൻ്റെ സാഹിത്യം അവനോട് കാണിച്ചേക്കുന്നത്. ഡിയർ എഡ്വിൻ, 1+1 is 2. നമുക്കറിയില്ലല്ലോ. മൈ ഫ്രണ്ട്ഷിപ്പ് ഈസ് ട്രൂ. വാവ് മാൻ. 2+2 is 4. മൈ ഫ്രണ്ട്ഷിപ്പ് ഈസ് മോർ. 3+3 is 6. മൈ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫിക്സ്. 4+4 is 8. My friendship is great.
കണ്ടാ ഞാൻ പറഞ്ഞില്ലേ പഠിപ്പിച്ചതിനായിട്ട് അതിൻ്റെ ഒരു ഉത്തേജനം കാണിച്ചു. ഞങ്ങളൊക്കെ ലോക്കലായിട്ട് വായിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ അതാണ് നമ്മൾ ചിരിച്ചിരിച്ച് ചാവും ആ അക്ഷരങ്ങളിലും ആ ഗുണമേന്മ. ഞങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ ഞങ്ങൾ 4 പേര്. അഭിജിത്ത് പിന്നെയും കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞങ്ങൾ ബാക്കി 3 പേര് കൂതറകൾ, തനി കൂതറകളായിരുന്നു. സീന എന്നാണ് പേര്, ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ആളെങ്ങനെയാണ് എഴുതിയേക്കുന്നത്? ഡിയർ എഡ്വിൻ, 1000 ഓർമ്മകളുമായി വിദ്യാരംഗം പിരിയുമ്പോൾ നിനക്കായി ഞാൻ നേർന്നു കൊള്ളുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. SLC എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ SLC എക്സാമിന് ഒരു വിശ്വസൊക്കെ ആയിട്ട് പുള്ളി എഴുതിയത്. ഇപ്പോൾ റോസ്റ്റിംഗ് ആണോ റിയാക്ഷൻ വീഡിയോ ആണോ എന്നൊക്കെ ചോദിക്കും. ഇതൊരു റിയാക്ഷൻ കേട്ടോ, പഴയ ബുക്ക് റിയാക്ഷൻ അങ്ങനെയാണെങ്കിൽ അതിന് പറയാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതായത് ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര മിണ്ടാണ്ടൊക്കെ മുട്ടിയും എന്താ കിടക്കി നിൽക്കും, ഭയങ്കര അഹങ്കാരം ജാടെ കുടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ റംസീന അങ്ങനെ ജാടയൊന്നുമില്ല. ആളെല്ലാവരുടെ അടുത്ത് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നല്ല കമ്പനിയായിരുന്നു, അടിപൊളിയായിരുന്നു. അടുത്തത് വേറൊരാളാണ്, ജുമാന എന്ന് പറയും. ശ്രീകോവിലിലെ ദീപം പോലെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ എന്നും പ്രകാശിക്കട്ടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് ഓർമ്മ പോലും ഇല്ല സംസാരിച്ച കാര്യമായിട്ട്. പക്ഷെ എന്നാലും ആ ഒരു എഴുതിയതാണ് നമ്മൾ ഓർക്കാനായിട്ട് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ റംസീനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ആൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നമ്മളോട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പൊക്കെ ഓർത്ത് വയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. കണ്ടോ, നമ്മൾ പറഞ്ഞില്ല മെമ്മറീസ്. ആ ഗ്രൂപ്പിലെ മെസ്സേജിനൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അപ്പോൾ പഴയ ഓർമ്മയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരധികം സന്തോഷം തോന്നുന്നു. അടുത്തില്ല, ബ്ലാങ്ക് ആണ്. അപ്പോൾ കുറച്ചൊന്നുമില്ല, ഇത് കുറച്ച് പേര് എഴുതിയിട്ടുള്ളൂ, അധികം പേരൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇത് ആരെഴുതിയെന്ന് എനിക്കിതുവരെ അറിയില്ല. ഇതിൽ പേരും അഡ്രസ്സും വിലാസവും ഒന്നുമില്ല. ഇതാരെഴുതിയെന്ന് എനിക്കറിയില്ല. ശരി, പണ്ട് കാലത്ത് എനിക്കിനി ആരെങ്കിലും എന്നെ മിസ്സായി പോയി എന്താ, സോറി, ഞാൻ ബുക്ക്ഡ്. ഒരു നാൾ ഞാൻ മരിക്കും, അപ്പോൾ നീ എൻ്റെ ഖബറിൽ വന്ന് ഒരു പിടി മണ്ണിടണം. അപ്പോൾ ഒരു കുളിർക്കാറ്റായി ഞാൻ നിൻ്റെ അരികിലേക്ക് ഞാൻ ഓടിയെത്തും. സോറി, മലയാളത്തിൽ പ്രാബല്യം കൂടുതലുള്ളതുകൊണ്ട്, അതായത് എന്തിനാ മലയാളത്തിലെ അക്ഷരസ്ഥാനം കൂടുതലുള്ളതുകൊണ്ട് തെറ്റിപ്പോണ്ട, സോറി, ഫ്ലോ കളഞ്ഞതിന് സോറി. ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഒരു നാൾ ഞാൻ മരിക്കും, അപ്പോൾ നീ എൻ്റെ ഖബറരികിൽ വന്ന് ഒരു പിടി മണ്ണിടണം. അപ്പോൾ ഒരു കുളിർക്കാറ്റായി ഞാൻ നിന്നെ ഓടിയെത്തും. അന്നേരമെങ്കിലും നീ എന്നെ ഒന്ന് സ്നേഹിക്കുന്നു എന്ന് പറയണം. കാരണം ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു കളരിയായിരുന്നു, കളരി ആശാൻ. ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ കളരി ആശാനായിരുന്നു. അവൻ എഴുതുന്നത് ഇങ്ങനെയാണ്: കാലം മായ്ക്കുന്നതാണ് പ്രണയം, കാലത്തെ അതിജീവിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദം. ശരിയാണ്. അതായത് സാഹിത്യത്തിൽ അവൻ അന്ന് എഴുതിയതാണെങ്കിലും ഇത് ഭയങ്കര അർത്ഥവത്തായൊരു വാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ആൾ ഓർമ്മ ശരിയാണെങ്കിലും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അങ്ങനെ ആരോടും ഇല്ല, കുറച്ച് പേരുണ്ട്, നമ്മൾ മിണ്ടുന്നവരോട് മാത്രം അധികമായിട്ട് നന്നായിട്ട് കമ്പനിയുള്ള ആളായിരുന്നു. പിന്നെ ഇവൻ പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവന് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതായത് വണ്ടി ക്രോസ് ചെയ്ത് അങ്ങനെ സൈക്കിളൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് ഇടിച്ചത് എന്തോ പ്രശ്നമായിരുന്നു. പക്ഷെ എന്നിട്ട് ഞങ്ങൾ ഇവനെ കാണാൻ പോയത് അതിനേക്കാളും വലിയ വിറ്റായിരുന്നു. സംഭവം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സേഫായിരുന്നു. എന്നാലും കുറച്ച് ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാനും വിനോദ്, ഷറഫുദ്ദീൻ, അഭിജിത്ത്, ശ്രീരാഗൊക്കെ കൂടി ഞങ്ങൾ കാണാൻ പോയിരുന്നു. എൻ്റെ പൊന്നെ, കിലോമീറ്റേഴ്സ് ഞങ്ങൾ നടന്നു അങ്ങനെ പോയി. പാലന അങ്ങനെ എന്തോ ഹോസ്പിറ്റലായിരുന്നു പേര്. ഹോസ്പിറ്റൽ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. അവിടേക്കാണ് ഞങ്ങൾ പോയോ. കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മേഴ്സി ജംഗ്ഷൻ എന്ന് പറയും പാലക്കാട്. അവിടുന്ന് ഞങ്ങൾ വണ്ടിയുടെ ഓരോ ഓട്ടോറിക്ഷയിലൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത്രയും വലിയ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് പോയി. പിന്നെ തിരിച്ചു വരണമെങ്കിൽ കുറച്ച് മിഷൻ സ്കൂളിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറി അവിടെ എത്തി. പിന്നെ ഞങ്ങളുടെ പൈസ തീർന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയല്ലോ, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പൈസയൊക്കെ തീർന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ നടന്നൊക്കെയാണ് വന്നത്. അത്രയും സ്കൂളിൽ മുതൽ വീട് വരയ്ക്കും. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഷാഫീർ, അതിലൊരു ഷാഫീറും കൂടി ഉണ്ടായിരുന്നു. ആൾ വേറെ ലെവലാണ്. ആളിപ്പോൾ മിഷൻ മീഡിയ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റായിരുന്നു. ചെറുപ്പം മുതലേ കണ്ടവനാണ് അവനൊക്കെ. ഷാഫീറൊക്കെ, വിനോദ്, അവനൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾ പഠിച്ചതാണ്. രണ്ടുപേരും പാലക്കാടാണ്, നമ്മുടെ ചങ്ക് പഠീസാണ്. കുറേ ഉണ്ട്, കുറേയൊക്കെ ബ്ലാങ്കാണ്. മറിച്ച് നോക്കിക്കഴിഞ്ഞാലും എന്നാലും കണ്ടില്ല. ഞാൻ 2-3 പേജ് വായിച്ചപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ടീച്ചർമാരൊക്കെ എഴുതിയിട്ടുണ്ട്, സാർമാരും എഴുതിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ തന്നെ, അതെ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് നെയ്തുള്ളത് ആ ടീച്ചർ. എന്നെ ഇട്ട് പൊരിച്ചിട്ടുണ്ട് ടീച്ചർ.
അതായത് ക്ലാസ് എടുക്കേണ്ട സമയത്തൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കും, വീട്ടിൽ അമ്മച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക്, വീട്ടിലല്ലേ ക്ലാസ്സിലൊക്കെ അമ്മച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ പിന്നെ അന്വേഷിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഭയങ്കര നോട്ടപ്പുള്ളിയായിരിക്കും, അവൻ അമ്മ തന്നെ. അപ്പോൾ എഡ്വിൻ നമ്മളിപ്പോൾ വായിച്ച് നിർത്തിയത് എവിടെയാണ്, അവിടെ നിന്ന് വായിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നമ്മൾ പലപ്പോഴും പെടുമായിരുന്നു ടീച്ചറിൻ്റെ മുമ്പിൽ. ടീച്ചർക്ക് വന്ന് ഭയങ്കര, അതായത് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു ടീച്ചർക്ക്. പിന്നെ അടുത്ത ആൾ പിന്നെ അതെ അടുത്ത ഒരു പഠിപ്പിസ്റ്റാണ് നൗഫിയ എന്ന് പറഞ്ഞിട്ട്, കുറേ എഴുതിയിട്ടുണ്ട്. അന്ന് എൻ്റെ പേര്, അന്ന് എനിക്ക് വട്ടപ്പേരൊക്കെ ഉണ്ടായിരുന്നു, അത് വായിക്കുന്നില്ല. മനസ്സിൻ്റെ വർണ്ണ പേപ്പറിനുള്ളിലെ മായാത്ത മഷി കൊണ്ട് എൻ മനസ്സിൽ കോറിയിട്ട നിൻ സൗഹൃദം മറക്കില്ലൊരിക്കലും എൻ ജീവസ്പന്ദനം നിലയ്ക്കും വരെ. സോറി കേട്ടോ, അവിടെ മാറി ഇങ്ങനെ വണ്ടിയുടെ സൗണ്ടൊക്കെ വരുമ്പോൾ തല ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകണമെന്നാണ്. ഡോണ്ട് ഫോർഗെറ്റ് മീ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ SSLC എക്സാമിനേഷൻ ആൻഡ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പഠിപ്പിസ്റ്റായിരുന്നു, അതുപോലെ കട്ട പഠിപ്പിസ്റ്റായിരുന്നു പുള്ളിക്കാരിയും. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ, അതായത് ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചതിൽ ഈ ടീച്ചറിനെ എനിക്ക് ഒറ്റ പ്രാവശ്യമാണ്, അത് 2ാം ക്ലാസ് മാത്രമേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കത് ഓർമ്മയുണ്ട്, ആ ടീച്ചറിൻ്റെ ക്യാരക്ടർ, സ്വഭാവവും ആ ഒരു ക്ലാസ് എടുക്കുന്ന ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ, ഓമന ടീച്ചർ. എൻ്റെ പൊന്നെ അടിപൊളി ടീച്ചറായിരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ആ ടീച്ചറെ എഴുതാറുണ്ട്. കാരണം ബാക്കി ടീച്ചർമാരെ ഇഷ്ടമല്ല എന്നായിരുന്നു, അങ്ങനെയല്ല. പക്ഷേ ഈ ടീച്ചറിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു പ്രത്യേകം നമ്മൾ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു ടീച്ചറിൻ്റെ ഒരു മുഖം. അതിൽ അങ്ങനെയുള്ളപ്പെട്ട ഒരാളുടെ ഒരു ടീച്ചറാണത്. പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഞങ്ങൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഡിയർ എഡ്വിൻ, ഓൾ ദി ബെസ്റ്റ് വിത്ത് ലവ്, ക്ലാര എന്നോട്ട് എഴുതിയിട്ടുണ്ട്. ടീച്ചർ നല്ല ടീച്ചറായിരുന്നു, നല്ല ഇംഗ്ലീഷ് അടിപൊളിയായിരുന്നു. ടീച്ചറിന് ക്ലാസ് നമുക്ക് ബോറടിക്കില്ല. അതിപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോറിംഗ് ആയിരിക്കും. ആ സമയത്തൊന്ന് ടീച്ചർ ഒന്ന് ക്ലാസ് എടുത്താലും നമുക്ക് അടിപൊളിയായിരിക്കും. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കും. സൂപ്പറായിരുന്നു. ടീച്ചർ അധികം 24 മണിക്കൂറും ക്ലാസ് എടുക്കില്ല. അതായത് വന്നിട്ട് പിന്നെ ബെല്ലടിച്ച് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 5 മിനിറ്റും കൂടി ക്ലാസ് എടുത്തിട്ട് പോകില്ല. ടീച്ചർ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ടീച്ചർ ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. അതാണ് ടീച്ചറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കേട്ടോ. പിന്നെ സൂരജ് എഴുതിയിരിക്കുന്നത് മുട്ടിന് വിരിയാൻ മോഹം, വിരിഞ്ഞ മുട്ടിന് പൂക്കാൻ മോഹം, പൂത്ത മുട്ടിന് ചിരിക്കാൻ മോഹം, ബട്ട് സൂരജിനെ എല്ലാവരെയും കാണാൻ മോഹം. നമ്മളിപ്പോൾ കാണുമ്പോൾ ഫുള്ള് കോമഡിയാണ്. അന്ന് ഇതൊക്കെ ഇങ്ങനത്തെ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പഴയ ബുക്കുകളൊക്കെ നോക്കി ഇതിലും വലിയ കോമഡികളൊക്കെ കിട്ടും. എൻ്റെ ഒന്നും ശരിക്കൊന്നും അല്ല. ഇതിൽ പിന്നെ വിനോദ്, നമ്മുടെ ചങ്കുബടി വിനോദ് ഫെറിയറിയു. പിന്നെ നമ്മുടെ അടുത്ത ആളാരെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ തപ്പി അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുന്നതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ഒരു ടീച്ചർ ഉണ്ടാവും. അതുപോലെ ഒരു സാറാണ് ഇത്, പ്രശാന്ത് സാറ്. എൻ്റയർ സ്കൂള്, അതായത് ഞാൻ പഠിച്ച BEMHS ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ പിള്ളേർക്കും ഈ സാറിനും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ സാറ് ക്ലാസ്സിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഈ സാറിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കും. ദേഷ്യപ്പെടും, സ്നേഹത്തോടെ സംസാരിക്കും. അങ്ങനെ ഒരു മാസമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു കാലം വരും. അങ്ങനെയാണ് ടീച്ചർ സാറ് എഴുതി തന്നെ. പ്രശാന്ത് മാഷ് അടിപൊളിയായിരുന്നു. പ്രശാന്ത് മാഷിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ കുറച്ച് നാൾ മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഏതാ ബാച്ച് എന്ന് പോലും സാറിന് ഓർമ്മയില്ല. പക്ഷേ സാറിനോട് സംസാരിച്ച് ഭയങ്കരമായിട്ടൊരു സന്തോഷം. ഇനിയില്ല, പേജുകൾ കുറവേ ഉള്ളൂ. പേജുകൾ കഴിഞ്ഞു. അപ്പം അടുത്ത ഇതിൽ പറയില്ലേ, നമ്മുടെ അടുത്ത ടീമിൽ ഒരാൾ, അതാണ് നമ്മുടെ അഭിജിത്ത്. അപ്പം SA ആണ്, എ എന്നുള്ള പറഞ്ഞ ആളാണ്. മായാൻ പോകുന്ന മഴവില്ലിനോട് മാനം മൗനമായി ചോദിച്ചു, നീ എന്നെ മറക്കുമോ? ഒരിക്കലും ഇല്ല ബ്രോ, എന്നെ മറക്കില്ല. അപ്പോൾ അവനും നല്ലൊരു മിസ്സിങ് ആട്ടോ. കാരണം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഞങ്ങളിപ്പോഴും ഒരുമിച്ച് നടക്കുന്നു. അപ്പോൾ അതിൽ നമ്മുടെ എന്താ പറയുക, ഇൻഹരിയർ നഗറില്ലേ, അതിൽ ഗോവിന്ദൻകുട്ടി, അങ്ങനെയൊക്കെ ഞങ്ങൾ ഓൾറെഡി പേരൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 3 പേരിൽ അവർ 3 ഹിന്ദുക്കൾ, ഒരാൾ ക്രിസ്ത്യാനിയാണല്ലോ. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യാനി. അപ്പോൾ ഞാൻ തോമസ് വണ്ടിയായിരുന്നു. ആ ഒരു സമയത്ത് 10ലാണോ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10ലാണെന്ന് തോന്നുന്നു. 10 പ്ലസ് 1 പഠിക്കുമ്പോഴാണ് ഇൻഹരിയർന്നാർ ഇറങ്ങുന്നത്. അപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടാ നമ്മുടെ പോലെ സെക്കൻഡ് ഇല്ല, അപ്പോൾ നീ ചതിച്ചു വിടണം അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കൊക്കെ ആയിരുന്നു ആൾ.
പിന്നെ വിനോദ് ഇതിൽ എഴുതിയിട്ടില്ല, നോക്കി പക്ഷേ കണ്ടില്ല, കള്ളൻ ഇതിൽ എഴുതിയിട്ടില്ല. വേറൊരു ബുക്കും കൂടി ഉണ്ടായിരുന്നു, അതിലായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. എപ്പോഴും കുക്കിംഗ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ, അതുകൊണ്ടും കൂടി വന്നിട്ടതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അങ്ങനെയുള്ള മെമ്മറീസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ഇടണം. നിങ്ങളുടെ പഴയ ബുക്കുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കി ആ ഓർമ്മയൊക്കെ ഒന്ന് ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.